അമ്മ, നിങ്ങൾ ഈ പെരേൻ്റെ ആധാരം മീനുവിനും സുമേഷിനും കൊടുക്കാന്ന് പറഞ്ഞോ? ആ പറഞ്ഞു. സുമേഷിനൊരു കടയിടണം, അതിനൊന്ന് പണയം വെക്കാൻ കൊടുത്തിയോ? അതിനിപ്പോൾ എന്തിന്? എന്നിട്ട് നിങ്ങളെന്താ അമ്മ മനുവേട്ടനോടൊരു വാക്കുപോലും പറയാഞ്ഞേ? എൻ്റെ പേരിലുള്ള പെര പണയം വെക്കുന്നതിന് അവനോടെന്തിനാ ഞാൻ ചോദിക്കുന്നത്? നിങ്ങളെന്തൊരു വർത്താനം അമ്മ പറയുന്നത്? അങ്ങനെ മരുഭൂമിയിൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശുകൊണ്ടല്ലേ ഈ പെര വെച്ചേ? എന്നിട്ടിപ്പോ അത് കൊള്ളാം. അപ്പം ഞാൻ എൻ്റെ പെണ്ണിനൊന്നും കൊടുക്കണ്ടേ? അവക്കടെ കല്യാണത്തിന് അങ്ങനെ പൊരിവെയിലത്ത് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാണ്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശും എൻ്റെ കെട്ടുതാലി പോലും വിറ്റിട്ടുണ്ടാക്കിയ കാശും കൂടി കൂട്ടിയിട്ട് അവൾക്ക് പണ്ടെടുത്തേ. അന്നേരം അമ്മ ഒരു വാക്ക് പറഞ്ഞേനു, ഇനി ഈ വീട് മനുവിനാണെന്ന്. നിർത്തടി, നീ എങ്ങോട്ടേക്ക് കയറി പോന്ന്? നീ വന്നു കയറി വന്ന പെണ്ണാണ്. ഇവിടുന്ന് കണക്ക് പറയാലോ നീ വളർന്നാ. നിനക്കെന്നൊക്കെ പറയാണ്ടെങ്കിൽ നിന്റെ വീട്ടിൽ പോയി പറഞ്ഞോളാ. അവളെ ഒരു നകളിപ്പ്. ഞാനിനി എന്ത് പറയാനാണ്? ഞാൻ അന്നേരം എങ്ങനെയോട് ഇതെല്ലാം വിട്ടിട്ട് നാട്ടിലോട്ട് വരാൻ പറഞ്ഞതാണ്. 10 കൊല്ലം മുന്നേ എന്നെ കല്യാണം കഴിച്ചതിന് മുതൽ ഞാൻ ഇതെല്ലാം കാണുന്നതാണ്. എല്ലാം അമ്മക്കും പങ്കക്കും എന്ന് പറഞ്ഞിട്ട് നമുക്കിതുവരെ ജീവിക്കാൻ പറ്റിയിട്ടില്ല. നേരെ ഇതെല്ലാം അറിയുമ്പോഴുള്ള അവസ്ഥയുണ്ടല്ലോ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? നേരെ നിങ്ങളുടെ മോൻ തന്നെയാണ് അമ്മ?